ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്കൂൾ ലൈബ്രറി ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ഭയങ്കര ഭംഗിയുള്ള ഒരു ലൈബ്രറിയിൽ, അത് നമ്മുടെ പ്രസ്റ്റീജ് സ്കൂളിൻ്റെ ലൈബ്രറിയിൽ ദീപക്കായിട്ടാണ് ഞാനിന്ന് ഇരിക്കുന്നത്. ദീപിക നമ്മുടെ ഫസ്റ്റ് ഇയർ അല്ലേ? +1 നീറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ദീപകിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള, പ്രസ്റ്റീജ് CBSE സ്കൂളാണ്. 10 വരെ പഠിച്ചത് സ്റ്റേറ്റ് സിലബസിലായിരുന്നു. എല്ലാ കുട്ടികൾക്കും പേടിയാണ് ശരിക്കും സ്റ്റേറ്റിൽ നിന്ന് CBSEയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഭയങ്കര എന്തോ വ്യത്യാസമാണ്. മോൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ പ്രോസസ്സിൽ ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം CBSE എന്ന് പറയുമ്പം ശരിക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം മാത്സ് എന്തോ ഭയങ്കര ടഫാണ്, ഫിസിക്സൊക്കെ, പിന്നെ +1 എത്തിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയപ്പോലും കെമിസ്ട്രി ഭയങ്കര ടഫാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു വരുമ്പം നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു ടെൻഷനാവും. ഈശ്വര ഇനിയിപ്പോൾ എങ്ങനെയാ പഠിക്കുക, പണ്ടത്തെ പോലെ കളിച്ച് കിടന്നതൊന്നും നടക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഷനിലാണ് വന്നത് ഇങ്ങോട്ട്. ശരിക്കും പറഞ്ഞാല് +1 നിങ്ങൾ സ്റ്റേറ്റിൽ CBSEയിൽ പഠിക്കുന്ന ഒരേ ബുക്കാണ്. അതെ, ആകെയുള്ള വ്യത്യാസം സിലബസ് നമ്മൾ ബോർഡ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? പക്ഷെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചു. അങ്ങനെ പേടിച്ചാ വന്നേ. എന്നിട്ട് എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും വിചാരിച്ച പോലെ ആയിരുന്നില്ല. കാരണം പറഞ്ഞതും റിയാലിറ്റിയും രണ്ടും വ്യത്യസ്തമായിരുന്നു. കാരണം ഭയങ്കര കഷ്ടമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷെ ഇവിടെ വന്നപ്പം സാറന്മാരൊക്കെ വളരെ നല്ല ഇൻട്രാക്റ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അപ്പം നമ്മൾ ടെൻഷനും നമ്മുടെ ഫിയറൊക്കെ ആദ്യം തന്നെ അവർ മാറ്റി തന്നു. പിന്നെ നമ്മൾ സാറന്മാർ പറഞ്ഞ പോലെ ആ ഒരു ഫ്ലോയിൽ തന്നെ റെഗുലറായിട്ട് കറക്റ്റ് ഒരു പാറ്റേണിൽ തന്നെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ഒരു ഡിഫറൻസ്, വലിയൊരു വ്യത്യാസം ഒന്നും ഫീൽ ചെയ്തില്ല. ശരിക്കും 11 പഠിക്കുന്നു എന്നേ തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ +1 എത്തിയപ്പോഴേക്കും നീറ്റിന്റെ എൻട്രൻസിന് പഠിക്കാനായിട്ട് അങ്ങനെ പഠിക്കണം എന്ന് തോന്നാൻ കാരണം എന്താ? ശരിക്കും ഡോക്ടറാണെന്ന് കുഞ്ഞിലെ ആഗ്രഹമുണ്ടോ? ഇല്ലായിരുന്നു. പണ്ട് മുതലേ ലൈഫിൽ നല്ല സക്സസ് ആവണം, ആരും കേൾക്കാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു നല്ല പേരെടുക്കണം, സ്റ്റാർ ആവണം, അങ്ങനെയൊക്കെ ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പണ്ട് മുതലേ കൊറോണ സമയത്തായാലും ഇങ്ങനെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അങ്ങനെ പേരൻസിൻ്റെ ഇടയിൽ ഒരിക്കൽ അറിയാതെ പറഞ്ഞു പോയതാണ് ഈ ഡോക്ടർ ആവണമെന്ന്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അത് അറിയാതെ മാഞ്ഞു പോയായിരുന്നു. പക്ഷെ പേരൻസ് മനസ്സിൽ വിചാരിച്ചു ഡോക്ടർ ആവണമെന്നല്ല, പക്ഷേ എൻട്രൻസ് ഫീൽഡിലേക്ക് ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവി എന്തായാലും നന്നാവും. എൻട്രൻസ് അറിയുമ്പം ആ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു സജഷനിലൂടെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണമായത്. അത് സൈല എന്താ ചൂസ് ചെയ്തത്? അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ നോക്കുമ്പോൾ അറിയാതെ സൈലത്തിന്റെ വീഡിയോസ് വന്നു. പിന്നെ ആള് സൈലത്തിന്റെ മൊത്തം അഡിക്റ്റ് ആയി. പിന്നെ എന്റെ അച്ഛന്റെ ഫോൺ എപ്പം ഞാൻ സ്ക്രോൾ ചെയ്താലും സൈലത്തിന്റെ വീഡിയോസ് വരാറ്. അങ്ങനെ സൈലത്തിന്റെ ഫാൻ ശരിക്കും ആയത് എന്റെ അച്ഛനാണ്. അങ്ങനെ അച്ഛൻ്റെ ഞാനായി. അപ്പൊ 10th ഒക്കെ ക്ലാസ്സിനൊക്കെ സൈലന്റ് ക്ലാസ് നോക്കായിരുന്നു അല്ലേ? റെഫർ ചെയ്യായിരുന്നു. ഞാനായാലും എന്റെ അനിയത്തി ആയാലും രണ്ടാൾക്കാരും സൈലത്തിന്റെ ഫാൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു നമ്മള് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ട് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലേ? ഉമ്മ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഇവിടത്തേക്ക് വന്നത്, നമ്മുടെ സൈലന്റ് സ്കൂളിൽ വന്നത്. ആ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലും കിട്ടുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തായാലും പഠിത്തത്തിന് അതിൻ്റെതായ ഒരു ഡിസിപ്ലിനും പാറ്റേണും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മളൊരു ഈസി ആക്കാതെ അവര് ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമുക്ക് ഇനി മുന്നോട്ട് പോവാന്ന് ഉറപ്പിച്ചതിന് ശേഷം സാധാരണ ക്ലാസ്. സാധാരണ എൻട്രൻസ് ക്ലാസ് എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്, സ്ട്രെസ്, അവരെല്ലാരും പഠിപ്പിച്ചു പോകുന്നു, ഞാൻ പിറകിലാവോ, അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവർക്കും മനസ്സിലായി തന്നെ ക്ലാസ് പോകുന്നു. ആൻഡ് സ്ട്രെസ് ഫ്രീ ആണോ? അത് ഇടയ്ക്കിടയ്ക്ക് റിക്രിയേഷൻ ഒക്കെ ഉണ്ടോ? അതോ പഠിത്തം മാത്രമാണോ? പഠിത്തം അങ്ങനെയാണോ? പഠിത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എന്തായാലും കുറേ എക്സാംസ് കാര്യങ്ങളൊക്കെ വരുമ്പം ചില സമയത്ത് അയ്യോ ഞാൻ ഇത് പഠിച്ചില്ല, എനിക്കത് തീർന്നില്ല, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഡൗൺ ആവുമായിരുന്നു. പക്ഷേ സാറന്മാരോടൊന്നും ജസ്റ്റ് സംസാരിക്കുമ്പോൾ അതിനെന്താ ഇനി പഠിക്കാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് സാറന്മാർ നല്ല മോട്ടിവേഷൻ തരും. പിന്നെ മെൻറ്റേഴ്സ് ആയാലും ഒക്കെ മോട്ടിവേഷനാണ്. അപ്പം ഡൗൺ ആവാറില്ല. ആൻഡ് എങ്ങനെയാ എൻവയോൺമെന്റ് സ്ട്രെസ് ഫ്രീ ആണോ? ഇപ്പോഴും പഠിത്തം മാത്രമേ ഉള്ളൂ? അതോ റിക്രിയേഷൻ ഒന്നും ഇല്ല?
നമുക്ക് മിക്കവാറും എന്താ പറയാ ഓരോ മന്ത്ലി ആയിട്ട് നമുക്കൊരു ചെറിയ ഒരു ടൂറ് അല്ലെങ്കിൽ ഒരു സിനിമ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ഈ ഒരു സ്ഥലമായിട്ട് വേഗം അഡാപ്റ്റ് ആവും. ഇവിടെ വന്നാൽ വെറും പഠിത്തം മാത്രമല്ല, ഒരു ഭയങ്കര ടെൻഷൻ മാത്രമല്ല, ലേശം റിലാക്സേഷൻ ഒക്കെ പറ്റും. അങ്ങനത്തെ ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഫ്രീ ആവും. കണ്ണൂരിൽ നിന്നല്ലേ ഹോസ്റ്റലിൽ ഫസ്റ്റ് ടൈം നിൽക്കുന്നത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ വീട്ടുകാരെ മുമ്പിൽ ഇരുന്ന് വീട്ടുകാരെ ചീത്തയെല്ലാം കേട്ട് ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ശരിക്കും വീട് മാത്രം കണ്ട ഞങ്ങൾക്ക് വീടും മടുത്തു. എന്നിട്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും തുടക്കത്തിലൊക്കെ ഒന്ന് ലേശം വീട് മിസ്സായി. പക്ഷെ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു ഹോസ്റ്റലില്. അപ്പൊ ഭയങ്കര കോമ്പറ്റേറ്റീവ് സ്റ്റഡി ഒന്നും അല്ല, നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ഇല്ല നിങ്ങള്? അതെ, എന്തായാലും എൻട്രൻസ് ഫീൽഡ് വരുമ്പോൾ എല്ലാവരും നല്ല മൈൻഡ് സെറ്റ് വെച്ച് നല്ലൊരു മോട്ടിവേഷനോടെ വന്നവർ തന്നെയാണ്. അപ്പം പക്ഷെ എല്ലാവരും ഒരു പരസ്പരം സഹകരിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്സിന്, പിന്നെ കുറച്ച് സെൽഫിഷ് എല്ലാം കൂടി നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞു തരില്ല അങ്ങനെയൊന്നും ഇല്ല? ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിച്ചാൽ ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്യില്ലേ? കാരണം എല്ലാവരും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസിൽ തന്നെ പോകുന്നവരാ. കാരണം ഞങ്ങളൊരു മുറിയിൽ തന്നെ ഒരു 5-6 ആൾക്കാരുണ്ടാകുമ്പോൾ എന്തായാലും ഒരു സഹകരണം ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട്. പിന്നെ ഡൗട്ട് സെക്ഷൻസ് ഉണ്ട് ടൈം ടേബിളില്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഈ ഡൗട്ട് സെക്ഷൻസ് എങ്ങനെയാ, ഭയങ്കര എഫക്റ്റീവ് ആണോ നിങ്ങൾക്ക്? എന്താ വെച്ചാൽ ഒരു റെഗുലർ പാറ്റേണിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും ചിലപ്പം മുറിയിലിരിക്കുമ്പോൾ എല്ലാവരും ഒരു ഡൗട്ട്സ് വരും. നമ്മൾ ശരിക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനെ കുറെ ഡൗട്ട്സിന്റെ കൂമ്പാരായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഞായറാഴ്ച ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ സബ്ജക്ട്സിന്റെ സാറുമാര് നമ്മളെ കാണാൻ ഹോസ്റ്റലിലേക്ക് തന്നെ വരും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മളോട് നല്ല ഫ്രീ ആയി, കാരണം സ്കൂളിൽ വരുന്ന പോലെയല്ല, ഹോസ്റ്റലിൽ വരുമ്പോൾ പിന്നെയും നമ്മളോടൊരു അവരൊരു പേഴ്സണൽ സ്റ്റൈലിലാണ് നമ്മളോട് സംസാരിക്കുക. സ്കൂളാണ്, പക്ഷെ നമുക്ക് പിന്നെയും നമ്മളൊരു രസമുണ്ട്, ഫീൽ ചെയ്യും സാറന്മാരോട്. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട്, കാരണം നമുക്ക് വേണമെങ്കിൽ സാറിനോട് പേഴ്സണലായിട്ട് അടുത്തിരുന്ന് സംസാരിച്ച് സാറന്മാര് വേണ്ട എങ്ങനെയൊക്കെ വേണം എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഠിത്തമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സിലബസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? +1 കംപ്ലീറ്റ് ആയി. ഇത്രയും നാളും 10 വരെ ശരിക്കും സബ്ജക്റ്റീവ് എക്സാംസ് എഴുതി അല്ലേ? സ്റ്റേറ്റ് ആയാലും CBSE ആയാലും സബ്ജക്റ്റീവ് എക്സാം തന്നെ. ഒബ്ജക്റ്റീവ് എക്സാംസിലേക്ക് കടന്നു. അപ്പോൾ മക്കൾക്ക് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എൻട്രൻസിനെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒബ്ജക്റ്റീവ് എക്സാംസ് എഴുതുക എന്നുള്ളതാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതിനൊരു ഉത്തരം, അതിപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു കുറച്ചൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചിരുന്ന് എഴുതി മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഒബ്ജക്റ്റീവിൻ്റെ പ്രശ്നം, നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്കത് തെറ്റി, അതിൽ പിന്നെ നമുക്ക് അതിലൊരു ഞുറുക്കുത്തിയൊന്നുമില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാം പ്രാക്ടീസിനെ കുറിച്ചുള്ള മോൻ്റെ ഒരു അഭിപ്രായം എന്താ? കാരണം അടുത്ത വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാം ഇപ്പോൾ 2025 കഴിഞ്ഞു, 2026 കഴിയുമ്പോഴത്തേക്കും 7th എക്സാമാണ് നിങ്ങൾ എഴുതുക. കാരണം 6 ഡിസംബർ കഴിഞ്ഞു, 7 സ്റ്റാർട്ടിങ്ങിൽ മെയ്യുടെ എക്സാമാണ്. കാരണം 12th അപ്പോഴാണ് ആവുക. അപ്പോൾ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു പാറ്റേൺ ആണ് സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് +1 തൊട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് റിലവൻ്റ് ആണെന്ന് മോന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തൊട്ട് മോൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണോ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് +2 കഴിഞ്ഞ് ചെയ്താൽ മതിയോ? നമ്മൾ പൊതുവേ എന്താ പറയാ, നമ്മൾ സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഈ USS എക്സാംസിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു MCQ കണ്ടത് ഒരു USSൽ മാത്രമാണ്. അത് അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ഇത് പിന്നെ ഒരു പരീക്ഷ എഴുതിയ പോലെ കഴിഞ്ഞില്ലേ, OMR എന്താ ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. പക്ഷേ നമ്മളത് ഒരു 5-6 എഴുതുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുക നമ്മളൊന്നും ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര അധികം OMRഉം എത്ര ഒബ്ജക്റ്റീവ് സ്റ്റൈലും കാണുന്നോ അതറിയുന്നോ അത് അത്രയും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പലപ്പോഴും സബ്ജക്റ്റീവിൽ നമുക്ക് വലിയ മിസ്റ്റേക്ക് വരാത്തത് ഒബ്ജക്റ്റീവിൽ നമുക്കൊരു ചെറിയ പോയിന്റ് നമുക്ക് തെറ്റിപ്പോയാലും നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻ വായിക്കുമ്പോഴും എല്ലാ കുട്ടികൾക്കും 10 കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒബ്ജക്റ്റീവിൽ ആൻസർ അതിൽ തന്നെ ഉണ്ടല്ലോ, കണ്ടുപിടിച്ചാൽ മതിയല്ലോ എന്ന് തോന്നും. പക്ഷെ ആൻസർ കണ്ടുപിടിക്കാനാണ് ശരിക്കും ചിലപ്പോ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ വായിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യും. നമ്മൾ എത്ര ഡെപ്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, അല്ല
നമ്മ അത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒബ്ജക്റ്റീവ് കണ്ട് നമ്മൾ തിരിച്ചറിയും. ഇപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാംസ് ശരിക്കും മോൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ +1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു +2 കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിൽ എക്സ്പേർട്സ് ആവും. ഇപ്പോൾ +1 ലാസ്റ്റ് ആയപ്പോഴേക്കും അതിൻ്റെ ഒരു എക്സ്പേർട്ടായി. സോ ദാറ്റ് ഇനി +2 എത്തുമ്പോഴത്തേക്ക് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കണ്ടാലൊന്നും പേടിക്കില്ല അല്ലേ? അപ്പോൾ നീറ്റ് എൻട്രൻസ് എക്സാം ആവട്ടെ, അല്ലെങ്കിൽ മോൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ JEE എൻട്രൻസ് എക്സാം ആവട്ടെ, എൻട്രൻസ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ ഈ ഒബ്ജക്റ്റീവ്സ്, കാരണം മിക്ക വരുന്ന നമ്മളുടെ ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം ഒബ്ജക്റ്റീവ് എക്സാംസ് ആണ്. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാണ് പാരൻസ് വിട്ടത്. പക്ഷേ ആളിപ്പോൾ ഡോക്ടർ ആവാൻ സെറ്റായിട്ടുണ്ട്, മെൻ്റലി സെറ്റായിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ 10th കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യവും ഡിറ്റർമിൻഡ് ആയിരിക്കണം, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു ദിശാബോധം വരണമെന്നൊന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് പഠിക്കുമ്പോൾ +1 +2 ഏറ്റവും നല്ല രീതിയിൽ പഠിക്കണം, ബേസോടുകൂടി തന്നെ പഠിക്കണം. സോ ദാറ്റ് ഏതൊരു എൻട്രൻസ് നിങ്ങൾ പിന്നെ പോകുന്ന ഏതൊരു ഫ്യൂച്ചറിലേക്കുള്ള കോഴ്സിനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മോൻ അങ്ങനെ പറഞ്ഞാണ് നീറ്റിന് വന്നത്. ആൻഡ് ഇപ്പം ഡോക്ടർ ആവുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. +2 കഴിയുമ്പോഴേക്കും നമ്മളൊരു കുട്ടി ഡോക്ടർ ആവാനാണ് ദീപക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ പ്രസ്റ്റീജ് സ്കൂള് അടിപൊളിയാണെന്ന് മോൻ പറഞ്ഞു. നല്ല വെൽക്കമിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്. നമ്മളൊരു ചേഞ്ച് 10 കഴിഞ്ഞ് 11 12 ആദ്യം വേണ്ടത് നമുക്കൊരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്ന ഫ്രണ്ട്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും അതിവിടെ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാ, ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, ഈ റെക്കോർഡഡ് ക്ലാസ്സസ്? എന്ത് പറഞ്ഞാലും നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പം ഏതെങ്കിലും ഒരുത്തിനൊരു വല്ലായിക വന്നാൽ അറിയാതെ നമ്മളിലേക്ക് അത് വരും. അത് നമുക്ക് അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലീവ് എടുത്തേ പറ്റത്തുള്ളൂ എന്തെങ്കിലും എക്സ്ട്രീം കണ്ടീഷൻസിൽ. ആ ഒരു അവസ്ഥയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആണ് ഓൺലൈൻ ക്ലാസ്സസ്. കാരണം നമ്മൾ എന്താണോ ഇവിടുന്ന് കേൾക്കുന്നത് അതേ സാധനം തന്നെ നമുക്ക് റെക്കോർഡിൽ കിട്ടുന്നത്. ഈ എക്സാമിന് മുമ്പൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ, പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് അറിഞ്ഞൂടെ പെട്ടെന്ന് എടുത്ത് നോക്കാം അല്ലേ? അപ്പോൾ ദീപക്കിന് ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നു അല്ലേ സ്കൂള്? അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ 10th കഴിഞ്ഞ് +1 +2 സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യണോ? സ്റ്റേറ്റ് നിന്ന് CBSE ചേഞ്ച് ചെയ്താൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് നിങ്ങൾക്ക് എങ്കിൽ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവശ്യമുണ്ടോ ദീപക്ക്? ആവശ്യമില്ല. ശരിക്കും യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ഇറ്റ്. ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾസോ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു +1 തന്നെ MCQ പോലത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ. കാരണം നമ്മൾ +2 കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ലേറ്റായി പോകും. കാരണം ദീപക്കിനെ പോലുള്ളവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അല്ലേ, +1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കോൺഫിഡൻസ് അവർ ബിൽഡ് ചെയ്തു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിൽഡ് ദീസ് കോൺഫിഡൻസ് ഫ്രം ദ സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ 10th കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ നോട്ട് ലൈക്ക് ഫോക്കസ്ഡ്, എനിക്ക് ഇത് വേണോ അത് വേണോ എന്നറിയില്ലെങ്കിലും യു ഷുഡ് ബി ഫോക്കസ്ഡ്. നമ്മൾ +1 +2 നല്ല ബേസിൽ പഠിക്കുന്നൊരു ഫോക്കസ് എങ്കിലും നിങ്ങൾക്ക് വേണം. 10th ശേഷം +1 +2 തന്നെ ഒരു എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യുന്നതും ബേസിക്സ് നല്ല സ്ട്രോങ് ആക്കുന്നതിൻ്റെ റിലവൻസ് ശരിക്കും ദീപക് തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളും അങ്ങനെ 10th ശേഷം നീറ്റ് അല്ലെങ്കിൽ JEE എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം സ്കൂളിലേക്ക് നിങ്ങൾക്ക് വരാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് നെക്സ്റ്റ് എക്സാം. നിങ്ങൾക്കറിയാം സൈലം സ്കൂളിൽ 100% ഫീ സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിലൂടെ ലഭിക്കുക. സോ നെക്സ്റ്റ് എക്സാം അടുത്തത് വരുന്നത് 26-ാം തീയതിയാണ്. ആരും മിസ്സാക്കരുത്. എക്സാം നല്ല കിടിലമായി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എൻട്രൻസ് എഴുതി സ്കോളർഷിപ്പോടുകൂടി തന്നെ സൈലം സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കാണാം അല്ലേ? Okay, bye.